അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ബഹുമാന്യരായ ഷാഹിദുൽ ഉലമാ വെമ്പനാട് TP ഉസ്താദ് അവർകൾ സുബ്ഹാനല്ലാഹ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ കൊണ്ട് എത്രയോ ദിവസങ്ങളായി ദർസ് മുടക്കിയിട്ട് വീട്ടിലിരിക്കുന്ന ഷാഹിദുൽ ഉലമാ 5 വർഷം മോദി പഠിച്ചിട്ട് ഈ പ്രിയപ്പെട്ടവനെ ആശീർവദിച്ചുകൊണ്ട് അതാ പരിശുദ്ധമായ ഹിയാസുന്നയിലേക്ക് മോനെ നീ അവിടെ പോയിട്ട് പഠിക്കണം, അവിടെ പോയിട്ട് ദർസ് നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണമെന്ന് പറഞ്ഞ് ആശീർവദിച്ച് ഹിയാസുന്നയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് സുബ്ഹാനല്ലാഹ് 2007 ജോലിക്ക് വേണ്ടി വണ്ണപ്പുറത്തേക്ക് പോകുമ്പോ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ മുന്നിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ശൈഖുന അവർകളെ ഞാൻ വണ്ണപ്പുറം പള്ളിയിലേക്ക് വലിയ മഹലിലേക്ക് ജോലിക്ക് പോവുകയാ, മറ്റൊരു പള്ളിയിലും ജോലി ചെയ്ത് പരിചയമില്ല, അതുകൊണ്ട് ആശീർവദിക്കണേ, ഞാൻ പോയാൽ അവിടെ ടെസ്റ്റിന് എന്നെ എടുക്കുമോ? എന്നോട് പറഞ്ഞു, മോനെ നീ ടെസ്റ്റിന് പോവുകയല്ല, ആ പള്ളിയിലേക്ക് ജോലിക്ക് പോവുകയാണ്. അങ്ങനെ അള്ളാഹു നാവുകൾക്ക് ഒരുപാട് അസർ കൊടുത്ത ഷാഹിദുൽ ഉലമാ വെമ്പനാട് ഉസ്താദ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മഹാൻ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. നിങ്ങൾക്കറിയോ മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം പോലും വീട്ടിൽ നിന്നിറങ്ങാത്ത ശൈഖുന, ദർസിന് പോലും പള്ളിയിലേക്ക് പോകാത്ത ശൈഖുന, അതേ മക്കൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കാൻ കുട്ടികളെയൊക്കെ വീട്ടിലേക്ക് വരുത്തിയിട്ട് ഇൽമിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ശൈഖുന വെമ്പനാടേക്ക് അതാ നൂറു സാദാത്ത് വരുന്നതറിഞ്ഞ് മുത്തല്ലിമീങ്ങളെ വിളിച്ചു പറഞ്ഞു, മക്കളെ ബഹുമാനപ്പെട്ട ബായാർദങ്ങൾ വെമ്പനാട് വരികയാണ്, എനിക്ക് എത്ര ആഫിയത്തില്ലെങ്കിലും എനിക്ക് ബായാർദങ്ങളെ കാണണം, നൂറു സാദാത്തിന്റെ കൈയൊന്ന് പിടിക്കണം, തങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്നപ്പോ 80 ചില്ലാനം വയസ്സുള്ള 90-നോടടുത്ത പ്രായമുള്ള അതേ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായിരിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് വലിയ വലിയ പേരെടുത്ത പണ്ഡിതന്മാരെ കൈരളിക്ക് സമ്മാനിച്ച എന്റെ പ്രിയപ്പെട്ട ഷാഹിദുൽ ഉലമാ അസുഖത്തിന്റെ പ്രതിസന്ധികളൊക്കെ മാറ്റിവെച്ച് എന്തിനാണ് വെൺമേലാടേക്ക് വന്നതെന്നറിയോ? പ്രകാശിക്കുന്ന നൂറു സാദാത്തിനെ കാണാൻ, അവിടുത്തെ ദുആയിലൊന്ന് പങ്കെടുക്കാൻ, ആ തങ്ങളെ കൊണ്ട് ഒരു തുള്ളി വെള്ളത്തിലൊന്ന് മന്ത്രിപ്പിക്കാനൊന്ന് ഊതിച്ചെടുത്തിട്ട് തന്റെ അസുഖത്തിനൊന്ന് ശിഫ കിട്ടാൻ വലിയ വലിയ ഉസ്താദുമാർ, വലിയ മശായിഖുമാർ കാത്തു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് പലർക്കും ഗ്രൂപ്പിസം പറഞ്ഞ് ചെറിയ നിസാരമായ കാര്യങ്ങൾ പറഞ്ഞ് അഹ്ലു ബൈത്തിലെ കനപ്പെട്ടവരെ വിമർശിക്കുമ്പോൾ, നിങ്ങൾ മാറ്റി നിർത്തുമ്പോൾ, തങ്ങന്മാരെ വില കുറച്ച് കാണുമ്പോൾ, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് സുബ്ഹാനല്ലാഹ്, നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാകുമെങ്കിൽ ആകാശത്ത് കയറിയിട്ട് ആത്മീയമായ കണ്ണുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമിയിൽ കാണുന്ന നക്ഷത്രങ്ങളാണ് ഉലമാക്കൾ, ആലിമീങ്ങൾ, പേരെടുത്ത പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് ദുനിയാവിൽ അല്ലാഹു വലിയ സ്ഥാനമാനം നൽകിയിട്ടുണ്ട്. അല്ലാഹുവിനെ ആദരിക്കുന്നവരാരോ, അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ ബഹുമാനിക്കുന്നവരാരോ, അവര് വലിയ വലിയ പേരെടുത്ത പണ്ഡിതന്മാരാണ്, ഉലമാക്കളാണ്. ആ ഉലമാക്കളിലെ കിരീടം വെക്കാത്ത രാജാവ് ഷാഹിദുൽ ഉലമാ വെൺമേനാട് TP ഉസ്താദ് വീട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട നൂറു സാദാത്തിനെ കാണണമെന്ന് പറഞ്ഞ് വെൺമേനാടേക്ക് പാഞ്ഞു പോയെങ്കിൽ ബഹുമാനപ്പെട്ട നൂറു സാദാത്തിന്റെ ഖനം, നൂറു സാദാത്തിന്റെ വില വെൺമേനാട് ഷാഹിദുൽ ഉലമക്കറിയാം, സുൽത്താനുൽ ഉലമക്കറിയാം, ഉലമാക്കൾക്കറിയാം. അതുകൊണ്ട് സാധാരണക്കാരോട് ഞാൻ പറയുന്നു, അഹ്ലു ബൈത്തിനെ വില കുറച്ച് കാണല്ലേ. മദ്ഹബിന്റെ ഇമാമായ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത്, അലുൻ നബി ദരിയതി വഹുമു ഇലൈഹി വസീലതി, എന്റെ വസീലയായിട്ട് ഞാൻ കാണുന്നത്, എന്റെ രക്ഷാകവചമായിട്ട് ഞാൻ കാണുന്നത് അഹ്ലു ബൈത്തിനെയാണ്. ബഹുമാനപ്പെട്ട ബായാർദങ്ങൾ വരുമ്പോ ആ വെള്ളത്തിലൊന്ന് ഊതാൻ വേണ്ടി കാത്തിരിക്കുന്നത് പേരെടുത്ത പണ്ഡിതന്മാരാണെങ്കിൽ, കേരളത്തിലെ പണ്ഡിത തറവാട്ടിലെ കാരണവന്മാർക്കൊക്കെ ബായാർദങ്ങൾ സമുന്നതരാണെങ്കിൽ, മുസ്ലിം കൈരളി ഏറ്റെടുത്ത പേരാണ് നൂറു സാദാത്ത്, സുന്നി കൈരളി കൊടുത്ത പേരാണ് പ്രകാശിക്കുന്ന സാദാത്തുക്കളുടെ നക്ഷത്ര താരകം. അല്ലാഹുവേ, ഈ പെരുമ്പിള്ളി
വിൽച്ചറ പ്രദേശത്തേക്ക് വന്നിറങ്ങിയ പ്രിയപ്പെട്ട ബായാർതങ്ങൾ ഇനിയും ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. അവിടുന്ന് നേതൃത്വം നൽകുന്ന ബായാർ സ്വലാത്ത്, കാടാമ്പുഴ സ്വലാത്ത് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആ മജ്ലിസിനെ അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തുകയും റഹ്മാനായ തമ്പുരാനെ പ്രിയപ്പെട്ട തങ്ങളവർക്ക് ആഫിയത്തും ഇസ്സത്തും അഭിമാനവും ഏറ്റി ഞങ്ങൾക്ക് ഒരുപാട് കാലം മുസ്ലിം കൈരളിക്ക്, സുന്നി കൈരളിക്ക് പരിശുദ്ധമായ ദുആകളിലൂടെ ഞങ്ങളുടെ ആത്മനിർവൃതികൾക്ക് നേതൃത്വം നൽകാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ സദസ്സിനെ നീ ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനേ. ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് നീ ഒരുപാട് നീട്ടിയാൽ ഇപ്പൊ തന്നെ ഒരുപാട് സമയം വൈകി. എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞു, നാളെ എനിക്കൊരു യാത്രയുള്ളതാണ്, എന്നെ പെട്ടെന്ന് കഴിച്ചിലാക്കണം. ഇങ്ങോട്ട് നേരത്തെ വരാൻ വേണ്ടി പുറപ്പെട്ടതാണ്. തങ്ങളവർ വരുന്നു എന്ന് പറഞ്ഞാൽ വരുന്ന വഴികളിലൊക്കെ ഓരോരുത്തർ വണ്ടിയായിട്ട് വരും. എന്നിട്ട് വണ്ടിയുടെ മുന്നിൽ ഇങ്ങനെ തങ്ങളെ ഒന്ന് വന്ദിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞ് വെള്ളക്കുപ്പിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ആരെയും മടക്കി അയക്കൂല. അത് മദീനയിൽ നിന്ന് കിട്ടിയ സ്വഭാവമാണ്. അതുകൊണ്ടാണ് വരാൻ വൈകി. നിങ്ങൾ വിചാരിക്കും വലിയ വെയിറ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് താമസിച്ചിട്ട് വന്ന്. തങ്ങൾ രാവിലെ അവിടെ നിന്ന് ഡ്രൈവറോട് ചോദിക്കുക, രാവിലെ പുറപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, രാവിലെ ഞാൻ ഒരു 10 മണിക്ക് പറഞ്ഞപ്പോ ഷെരീഫ് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ കോട്ടക്കലെത്തിയെന്ന്. സുബ്ഹാനല്ലാഹ്, ആ വന്ന തങ്ങളെ ആൾക്കാരിങ്ങനെ ഓരോ വഴിക്ക് തടയുകയാണ്. വരുമ്പോഴൊക്കെ നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞ് തങ്ങൾ മടക്കി വിടാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിന് നമ്മുടെ നാട്ടിന് നേതൃത്വം നൽകാൻ വേണ്ടി വന്ന, നമ്മുടെ സ്വലാത്തിന്റെ വാർഷികത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി വന്ന ഈ മജ്ലിസ് പ്രതിസന്ധിയിലെത്തിയ ഘട്ടത്തിൽ പലപ്പോഴും ഞാൻ ഫോൺ ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട തങ്ങൾ അവരുടെ അടുക്കലേക്കാണ്. ആ സമയത്തൊക്കെ എന്റെ ഫോൺ എടുത്തിട്ട്, അശ്വനി ഒരു പേടിയും പേടിക്കണ്ട, അഭിമാനമാകും, ഇസ്സത്താകും, അൽഹംദുലില്ലാഹ് റാഹത്താകും. ആ ഒറ്റ വാക്കാണ് എന്നെ പിടിച്ചു നിർത്തിയത്. എന്റെ സഹോദരങ്ങളെ, തങ്ങളെ ഇരുത്തിക്കൊണ്ട് പറയല്ല, പ്രതിസന്ധി ഘട്ടം വന്ന സമയങ്ങളുണ്ട്. സ്റ്റേജിന്റെ പുറകിൽ പോലീസുകാരുണ്ട്, നോട്ടീസ് ഒട്ടിച്ചിട്ട് പോയ സമയമുണ്ട്. മഗ്‌രിബിന്റെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് സദസ്സ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ കേസും വഴക്കുമായിട്ട് കളക്ടറേറ്റിൽ പരാതി കിട്ടിയ സമയമുണ്ട്. ആ സമയത്ത് നിർവൃത്തിയില്ലാതെ ഞാൻ തങ്ങൾ പാപ്പാനെ വിളിച്ചപ്പോ, അശ്വനി പേടിക്കണ്ട, പരിപാടി അവിടെ തന്നെ നടക്കും, ഇസ്സത്തായിട്ട് നടക്കും എന്ന് പറഞ്ഞ തങ്ങൾ പാപ്പാടെ ആ മറുപടി, 1000 കോടി രൂപ കൊടുത്താൽ അതിന് ബലവത്തായി വേറെ പകരം വെക്കാനൊന്നുമില്ല. അല്ലാഹുവേ, ആ ഒരു വാക്കിന് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. സുന്നി കൈരളിക്ക് പ്രതീക്ഷയാകാൻ, ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ നീ ആഫിയത്തേകണം നൽകാൻ, ആഫിയത്തേക്ക് നീട്ടി ആയുസ് നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ഈ സദസ്സിന്റെ നിയന്ത്രണം കൈമാറിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് സഹോദരങ്ങൾ ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വേദനകൾ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ദുആ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം റാഹത്താകും. കാരണം തങ്ങളുടെ ദുആ അങ്ങനത്തെ ദുആയാണ്. അള്ളാഹു പൂർണ്ണമായിട്ട് കബൂലിയത്ത് നൽകട്ടെ. എല്ലാവരും നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഇരിക്കണം ഇൻഷാ അല്ലാഹ്. കുറച്ചു നേരം തങ്ങളോട് ഞാൻ റിക്വസ്റ്റ്, ഇവിടെ ഉള്ള എല്ലാവരും തന്നെ തങ്ങളുടെ ഒന്ന് കൈപിടിക്കാനൊന്ന് മുസാഫ